മുംബൈയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ പ്രീ ഓൺഡ് കാഴ്സ് എടുത്തിട്ട് നിങ്ങൾ മറിച്ച് വിറ്റിരുന്ന ഒരു ബിസിനസ് റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലോട്ട് എങ്ങനെയാണ് മാറ്റിയത്? ഇതിലോട്ട് മാറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒബിയസ്ലി നമ്മളെ മുന്നിൽ പല തടസ്സങ്ങളുണ്ട്. ഒന്ന് മണി, അന്ന് നമ്മളുടെ ലിമിറ്റഡ് റിസോഴ്സസ്, ഞാൻ ഗൾഫിൽ നിന്നൊക്കെ സ്വരുക്കൂട്ടിയ ചെറിയ എമൗണ്ട് വെച്ചിട്ടുള്ള ചെറിയ കളികളായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു ബിസിനസ് മോഡലാകുമ്പോൾ അതിന് ഫണ്ട് വേണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു നെയ്ബർ ആയിട്ടുള്ള ഒരു വ്യക്തിയോടാണ് ഈ ആശയം പറഞ്ഞ്, ഒന്നല്ല രണ്ടാളോട്. അപ്പോൾ ഓൾറെഡി ഞാൻ അപ്പോഴേക്കും 2015 കാലമായിരുന്നു, അതായത് 2008 to 2015 വരെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു, ഞാൻ മാന്യമായിട്ട് ജീവിച്ചു പോകുന്നു. അവർക്ക് അറിയാം ഇത് എനിക്ക് ഈ ബിസിനസ്സിൽ നോളജ് ഉണ്ട്. പിന്നെ അവർ നെയ്ബർ ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രീവിയസ് എല്ലാ ഹിസ്റ്ററി അറിയുന്നതുകൊണ്ട് അവർ ഫസ്റ്റ് തന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളൊരു കമ്പനി ഉണ്ടാക്കിയിട്ടാണ് റോയൽ ഡ്രൈവ് എന്ന, അപ്പോൾ പേര് ഇതുപോലെ കുറേ തിരഞ്ഞ്, ആക്ച്വലി ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു FBന്ന് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു ലക്ഷറി ഷോറൂം സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഞാനിട്ട്, അപ്പോൾ അതിലൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു പേരാണ് റോയൽ ഡ്രൈവ്. അതും ഒരുപാട് സാമ്പത്തിക ലാഭമുണ്ട്. അതെ അതെ അതെ. ഇന്നർ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഉൾപ്രേരണയാണ്. അപ്പോൾ ഒരു ഡ്രൈവും കൂടി രാജകീയമായ ഉൾപ്രേരണ എന്നാണ് ശരിക്കും റോയൽ ഡ്രൈവിൻ്റെ അർത്ഥം.